ഹലോ, എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2021 മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലോക്ക്ഡൗണുമായി സംബന്ധിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാങ്ക് പ്രവർത്തന സമയം, അതുപോലെ തന്നെ റേഷൻ കാർഡുള്ളവർക്കുള്ള ആനുകൂല്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമുക്കറിയാം, 2021 മെയ് 8 രാവിലെ 6 മണി മുതലാണ് ലോക്ക്ഡൗൺ തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ സെമി ലോക്ക്ഡൗൺ ആയിരുന്നു. ഇനി മുതൽ പൂർണ്ണ, അതായത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് വന്നിരിക്കുന്നത്. പുറത്തിറങ്ങാൻ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന പാസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് പ്രവൃത്തി സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ബാങ്കുകൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിരിക്കും പ്രവർത്തിക്കുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരിക്കും ബാങ്കുകളുടെ പ്രവർത്തന സമയം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡുള്ളവർക്കുള്ള അറിയിപ്പ് എന്ന് പറയുന്നത് 2021 മെയ് മാസത്തിലും നമുക്ക് ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകൾ വഴി ലഭിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നുണ്ട്. PMGKY പദ്ധതി പ്രകാരം BPL കാർഡുള്ളവർക്ക് BPL കാർഡിലെ ഒരു വ്യക്തിക്ക് 5 കിലോ അരി എന്നുള്ള രീതിയിലും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രെയിൻ, വിമാനം എന്നീ ഗതാഗത മാർഗമല്ലാതെ മറ്റൊരു പൊതുഗതാഗത മാർഗവും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല ആളുകൾക്കുമുള്ള മറ്റൊരു സംശയമാണ്, നമുക്ക് കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്തിൽ റേഷൻ കാർഡുള്ളവർക്ക്, പ്രത്യേകിച്ച് BPL കാർഡുള്ളവർക്ക് 1000 രൂപ ഒരു കാർഡിന് ലഭിച്ചിരുന്നു. ഈ പ്രാവശ്യം ആ ഒരു റേഷൻ കാർഡുള്ള BPL റേഷൻ കാർഡുള്ളവർക്കുള്ള 1000 രൂപ ലഭിക്കുമോ എന്നുള്ളതാണ് പലർക്കുമുള്ള സംശയം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഇതുവരെ ഒന്നും തന്നെ വന്നിട്ടില്ല. അത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.